സഹോദര, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇഷ്ടപ്പെടുന്ന 3 കാര്യം ഞാനൊന്ന് പറയട്ടെയോ നബിയെ? മുത്തായ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്. അത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്, അങ്ങയെ കണ്ടുകൊണ്ടിരിക്കലാണ്, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കലാണ് നബി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം. അല്ലാഹുവേ, ഞങ്ങൾക്ക് കാണാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാഹ്. ഒരുപാട് ഈ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഹിഫ്ള് കോളേജിന് വേണ്ടി, അറബി കോളേജിന് വേണ്ടി കൊടുത്തവര് സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉസാഫത്ത് ചെയ്ത് പൊട്ടിക്കരന്നുകൊണ്ട് പലരും പറയുന്നുണ്ട്, ഉസാറെ ഇബാദത്ത് കുറവാണ്, അറിവുകൾ കുറവാണ്. നിങ്ങളെ പോലുള്ള പ്രവാചകന്മാർ സദസ്സിൽ വന്നിരുന്നിട്ട് അല്ലാഹു തന്ന സമ്പാദിച്ച ദീനിന് വേണ്ടി കൊടുക്കുമ്പോ നമുക്ക് കിട്ടാറുള്ളതിന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യുക. ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങളൊക്കെ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാൻ, ആ മുഖമൊന്ന് ആസ്വദിക്കാൻ, ആ സുഖമൊന്ന് നുകരാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ലക്ഷക്കണക്കിന് രൂപ അല്ലാഹുവിന്റെ ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ട് പറയുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടബന്ധം അറിയുമോ? അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്. എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വയുഫാവൽ ജുലൂസു മഅക യാ നബിയല്ലാഹ്. അങ്ങയോട് ചേർന്നിരിക്കലാണ്, അങ്ങയുടെ അടുത്ത് വന്നിരിക്കലാണ്, അങ്ങ് ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കലാണ്. എന്ത് രസമാണ് ആ രംഗം, എന്ത് സുഖമാണ് ആ രംഗം. മസ്ജിദ് നബവിയിലെ സ്വർഗത്തിന്റെ ഭൂകാവലമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വർഗത്തിന്റെ ഇടമുണ്ടല്ലോ. ഓ, സ്വർഗത്തിന്റെ സ്ഥലത്ത് പോയിരിക്കുന്നതിന് പോലും പുണ്യമാണല്ലോ. ആ സ്വർഗത്തിന്റെ ഇടത്ത് പോയിരിക്കുന്നത് പോലും ശ്രേഷ്ഠതയാണല്ലോ. അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര്, ആ ഒരു സുഖം വല്ലാത്ത സുഖമാണ്, അനുഭൂതിയാണെങ്കിൽ മുത്തുനബി തങ്ങളുടെ ചാരത്തിരിക്കുന്നതോ അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരിക്കുന്നതോ എന്തുമാത്രം സൗകര്യമാണ്, എന്തുമാത്രം സൗഗന്ധികമാണ്, എന്തുമാത്രം ജീവിതഗന്ധിയാണ്, എന്തുമാത്രം വിശ്വാസത്തിന്റെ മാധുര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 2ാമത്തെ കാര്യം ജുലൂസു മഅക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങയോടൊപ്പം ഇരിക്കലാ നബിയെ, അങ്ങയോടൊപ്പം ഇരിക്കലാ നബിയെ. 3ാമത്തെ എന്തെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, വഇൻഫാഖു മാലി ലദൈക യാ റസൂലല്ലാഹ്. എന്റെ പണം അങ്ങ് പറയുന്ന ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കലാണ്. അങ്ങേക്ക് വേണ്ടി ചിലവഴിക്കലെന്നല്ല. എന്റെ സഹോദരങ്ങളെ, ഇവിടെ ബഹുമാനപ്പെട്ട സഹോദരൻ പറഞ്ഞല്ലോ, 1.5 കോടി രൂപ മജ്‌ലിസിൽ പിരിക്കാൻ ഔഷാദ് വാക്കവി കഴിഞ്ഞിട്ടുണ്ട് എന്ന്. ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അത്? നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ആലോചിക്കും, അത് ആർക്ക് വേണ്ടിയാ? ഔഷാദ് വാക്കവിക്ക് കൊണ്ടുപോകാനാണോ? എന്റെ മക്കൾക്ക് കൊടുക്കാനാണോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും എന്റെ ഉമ്മാക്കും എന്റെ മരണപ്പെട്ടു പോലും ഉപ്പാക്കും കൊടുക്കാനല്ല. പിന്നെ എന്തിനാണ്? അല്ലാഹുവേ, 10-20 പഠിക്കുന്ന മക്കളിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ ഒരു പങ്ക് കിട്ടുവാൻ അല്ലാഹുവേ തുടങ്ങി വെക്കുകയാണ്. തുറക്ക കൊടുത്തിട്ട് അങ്ങനെ ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിലുടനീളം കിട്ടാനാണ്. ഈ ശബ്ദമങ്ങ് നിന്നു പോകുന്നതിന് മുമ്പ്, അല്ലാഹുവേ, ഈ ആരവം അങ്ങ് അവസാനിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും അങ്ങനെ ഒരു ആപത്തുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു യതീമിന്റെ വിഷമം അല്ലാഹു മാറ്റിക്കൊടുത്താൽ, അത് കേട്ടിട്ട് അനാഥ മക്കൾക്ക് വേണ്ടി 8 ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചാൽ, ഓർത്തുപോകുന്ന ഞാൻ ഫെബ്രുവരി 1-2 തീയതിയിൽ പൊട്ടിച്ചിറയിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, അവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് വേണ്ടി ഭക്ഷണത്തിന് ഇവിടെ കാശില്ലാത്തത് കൊണ്ടല്ല, എന്നാലും വന്നിരിക്കുന്നവർക്കൊരു പൊരുത്തം കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ അല്ലാഹുവേ, 3.5 ലക്ഷം രൂപ ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞ ബാദുഷാ സുൽത്താൻ എന്ന സഹോദരനെ ഓർത്തു പോവുകയാണ്. അവര് ഭക്ഷണം കഴിക്കുമ്പോ ഉസ്താദേ, എന്റെ ജീവിതത്തിലേക്ക് നിന്റെ സുഖം അല്ലാഹു തരുമല്ലോ, എന്റെ മക്കളുടെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിക്കൊടുക്കുമല്ലോ, അതിനോടൊപ്പം എന്റെയും ദാരിദ്ര്യം പടച്ചതമ്പരാ മാറ്റിത്തരുമല്ലോ, എന്റെ മക്കളും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടുന്ന ഗതികേട് അല്ലാഹു വരുത്തുകയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലേ,
അങ്ങേക്ക് വേണ്ടിയല്ല നബിയെ, അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കാനാണ്, അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കലാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞെങ്കിൽ ഇസ്ലാമിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ 50,000 സ്വർണ്ണ നാണയങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ പേരിലുണ്ടായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നു മുസ്ലിമാകുമ്പോ കച്ചവടക്കാരുടെ കുടുംബത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ്. 50,000 സ്വർണ്ണ നാണയം കയ്യിലുണ്ടായിരുന്നു. അല്ലാഹുവേ, 50,000 സ്വർണ്ണ നാണയം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മുസ്ലിം ഹിജറ പോയ സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് ഹിജറ പോയ സമയമുണ്ടല്ലോ, ആ സമയത്ത് 50,000 സ്വർണ്ണ നാണയം 40,000 വെള്ളി നാണയമായി മാറുകയാണ്. 40,000 വെള്ളി നാണയമായി മാറുകയാണ്. ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോഴോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലമ്മാ മാത അബീ അബൂബക്കർ സിദ്ദീഖ്, എന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ ആ തറക്കമാലം വലാസിയാ, ഒരു തുണ്ട് തുണി പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരില്ലായിരുന്നോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ മുഴുവനും ദീനിന് കൊടുക്കാനല്ല പറയുന്നത്. ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ നിങ്ങളറിയാതെ എവിടെന്നെങ്കിലും ഒരു ദുആ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കാനുള്ള, നിങ്ങളറിയാതെ എവിടെന്നെങ്കിലും ഒരു ദുആ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കാനുള്ള ഒരു സൗഭാഗ്യത്തിന് വേണ്ടി പറയുകയാണ്. ഇന്നലെ കർണാടകയിലെ കടമ എന്ന സ്ഥലത്ത് പ്രഭാഷണം നടത്തുമ്പോൾ ഷാഹു ഉസ്താദ് എന്നറിയപ്പെടുന്ന 27 കൊല്ലം ഒരു മഹലിന് നേതൃത്വം കൊടുത്ത 100 കണക്കിന് യതീമീങ്ങളെയും ആഫിമീങ്ങളെയും ഒക്കെ സംരക്ഷിച്ച ഷാഹു ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതൻ, ഒരു പച്ചത്തുപ്പി അതുപോലെ കറുത്ത കോട്ടൊക്കെ ഇട്ട് സദസ്സിൽ കൊണ്ടുവന്നിരുത്തി ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. ഞാൻ ആ സദസ്സിലിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞത്, കൈയൊക്കെ തൊടാൻ നമുക്ക് പേടിയാകുന്ന രീതിയിൽ ഒരു രൂപത്തിലായിരുന്നു കൈ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ഉസ്താദ് പറയുന്നു, 1 കൊല്ലത്തിന് മുമ്പ് പള്ളി വൃത്തിയാക്കുമ്പോ ആരാ? പള്ളി വൃത്തിയാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആരാ? പള്ളിയിൽ 27 കൊല്ലം സേവനം ചെയ്ത ഖത്തീബിന്റെ കാര്യമാണ് പറയണേ. ഇന്ന് പള്ളി വൃത്തിയാക്കുക എന്ന് പറയുന്നത് മഅദീനുള്ള ജോലിയാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ചോറെടുക്കുന്നവർക്കുള്ള ജോലിയാണ്, ബാക്കിയുള്ളവർക്ക് ചെയ്തുകൂടാത്തത് പോലെ വൃത്തിയാക്കണം. പള്ളിയുടെ ബാത്റൂമും പള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോഴാണ് നമുക്ക് വിനയോഗം അല്ലാഹു തരിക. അതൊക്കെ ചെയ്യണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഈ ഷാഹു ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതൻ പള്ളി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ചിതൽ പുറ്റ് കറണ്ട് പാസ് ചെയ്യുന്ന ഭാഗത്ത് വന്നിരുന്നപ്പോ അതൊന്ന് തട്ടിക്കളഞ്ഞതാണ്. കറണ്ട് അടിച്ചു, ശരീരത്തിലേക്ക് ഷോക്കടിച്ച് ശരീരത്തിന്റെ 2 കൈയും 2 കാലും വല്ലാത്തൊരവസ്ഥയിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചുണ്ടൊക്കെ ചുവന്നിരിക്കുകയാണ്, കണ്ണിന്റെ ഈ ഭാഗമൊക്കെ കണ്ടാൽ നമുക്ക് പേടിയാവുന്ന രീതിയിലാണ്. ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞത് എന്താണെന്നറിയോ? അതിനുശേഷവും എത്രയോ യതീമീങ്ങൾ എന്റെ നാവ് കൊണ്ട്, എന്റെ സംസാരം കൊണ്ട് ഇന്നും ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പട്ടിണി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദേ, ഞാൻ എന്ന് മരിക്കാനുള്ളത് ഈ പ്രിയപ്പെട്ട മക്കളുടെ ദുആ കൊണ്ടാണ്, എനിക്ക് അല്ലാഹു ആയുസ്സ് എന്ന് പറഞ്ഞു പോയെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന നൗഷാദ് ബാക്കവിയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന കബീർ ബാക്കവിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അൽഹംദുലില്ലാഹ്, ഇതുപോലെയുള്ള യതീമീങ്ങളുടെ ദുആ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സൗഭാഗ്യമാണ്. ബഷീർ ബടിയത്ത് എന്ന് പറയുന്ന സഹോദരൻ ഇവിടെയുണ്ട്. ഞാൻ റഷീദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ സംസാരിച്ചതാണ്. ഉസ്താദേ, നിങ്ങളുടെ സംസാരം യുവാക്കൾക്ക് ഒരുപാട് പ്രയോജനപ്രദമാണെന്ന് പറയുമ്പോ അറിയാതെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോകുന്ന സംഭവമൊക്കെ ശരി തന്നെയാണ്, റാഹത്ത് തന്നെയാണ്. ആയിരക്കണക്കിന് ആനകളും എഴുന്നള്ളത്ത് നടക്കുന്ന പൂരപ്പറമ്പിലേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ കടന്നു ചെല്ലുന്നതിന് അൽഹംദുലില്ലാഹ് ഈ വാക്കുകൾ ഒരു തടസ്സമായി നിന്നാൽ ഒരു സന്തോഷമാണ്, സമാധാനമാണ്. ചെറുപ്പക്കാരാ, കടന്നു പോകല്ലേ. വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടാനുള്ള കാര്യം ഏതെന്ന് പറഞ്ഞു തരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇഷ്ടപ്പെട്ട 3ാമത്തെ കാര്യം വഇൻഫാഖു അലി ലദൈക യാ റസൂലല്ലാഹ്, അങ്ങ് പറയുന്ന ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുക എന്നതിന്റെ ജീവിതത്തിന് വല്ലാത്ത സന്തോഷമാണ്. ഇത്രയും ചെലവഴിച്ചിട്ട് മദീനയുടെ മുറ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ അല്ലാഹു ശരീഫിന്റെ ഭാഗത്ത് നിന്ന് ലോകത്തെങ്ങനെ മുഴങ്ങി കേൾക്കാത്ത വിധത്തിലൊരു ശബ്ദം മുഴങ്ങിയല്ലോ. അല്ലാഹുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിനോട് ചേർത്ത് വെക്കുക.
ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെക്കുക. ഞാൻ പറയുന്ന ആവശ്യത്തിന് വേണ്ടി പണം കൊടുത്തവനല്ലേ, എന്നെ കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞവനല്ലേ, അതുകൊണ്ട് എന്റെ അടുത്ത് കിടത്തുക എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റൗളാ ശരീഫിന്റെ ഭാഗത്ത് കിടക്കാനുള്ള അവസരം കിട്ടിയതെന്ന് ചരിത്രം പറയുമ്പോൾ, എന്റെ സരസിൽ വന്നിരിക്കുന്നവരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ അല്ലാഹുവേ, ഈമാനോടെ ജീവിക്കാനും നീ തന്നതിന് നിനക്ക് വേണ്ടി ചിലവഴിക്കാനുമുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. ഡോക്ടറുടെ വീട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ മുകളിലെ റൂമിൽ ഒരു അരമണിക്കൂർ ഉറങ്ങി. അത് കഴിഞ്ഞപ്പോ 2 വൃക്കയും തകരാറിലായ ഒരു സഹോദരനെ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറെ രോഗികളെ കണ്ടു. അവർക്കൊക്കെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുവന്നു. അള്ളാഹു 2 പ്രിയപ്പെട്ട അജ്നാസും അതുപോലെ പിന്നെ ഉവൈസ് എന്ന 2 പ്രിയപ്പെട്ട മക്കളുടെ ഉപ്പയാണ്. ചെറിയ മക്കളാണ്. 2 വൃക്കയും തകരാറിലായി. ആ പിതാവ് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്നറിയോ? വേദനയോടെ ഡോക്ടർ അടുത്ത് നിൽക്കുന്ന ഒരു സമാധാനം, എന്തെങ്കിലും മരുന്നൊക്കെ കിട്ടിയ ഒരു സ്വസ്ഥത, അത് മാത്രമേ മനസ്സിലുള്ളൂ. എന്നോട് പറഞ്ഞത് 10% മാത്രം പ്രവർത്തിക്കുന്ന 10% മാത്രം വൃക്ക പ്രവർത്തിക്കുന്ന എനിക്ക് ഉസ്താദ് ദുആ രക്കണം എന്ന് പറയുമ്പോൾ ആ 2 മക്കളുടെ മുഖത്തേക്കാണ് എന്റെ സഹോദരങ്ങളെ ഞാൻ നോക്കിയത്. ആ 2 മക്കളുടെ മുഖത്തേക്കാണ് ഞാൻ നോക്കിയത്. ഞാൻ കർണാടകയിൽ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ചൊരു സഹോദരൻ ഒരു മിഠായിയുടെ കിറ്റ് വാങ്ങി തന്നു. ഞാൻ പറഞ്ഞത് കൊണ്ടുപോകുന്നതിന്റെ പ്രയാസമാണ്, ചെറിയ പെട്ടിയെ കൊണ്ടുപോയത്, 2 ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ട്. അതുകൊണ്ട് ആ തുണിയും ഒക്കെയാണ്, വേറെ ഒന്നും അതിനകത്തില്ല. ഉസ്താദ് ഇത് ഉസ്താദ് ഒന്ന് അതിനകത്ത് വെച്ചോ, വേറെ ഒന്നും വെക്കാൻ കഴിയില്ല, ഉസ്താദ് ഇത് വെച്ചോ. ഉസ്താദ് വീട്ടിൽ ചെന്നുടനെ ഇത് ഉസ്താദിന്റെ മക്കൾക്ക് നിർബന്ധമായി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പടച്ചതമ്പുരാൻ ആ മക്കളെ കാത്തിരിക്കുമ്പോൾ, ആ മക്കൾക്ക് മൊത്തം കൊടുക്കുമ്പോൾ, ആ മക്കൾക്ക് മിഠായി കൊടുക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അള്ളാഹു ഇന്ന് 2 വൃക്കയും തകരാറിലായി കണ്ട ആ പ്രിയ സഹോദരൻ അള്ളാഹു ആയുസ് നീട്ടി കൊടുക്കട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത്ഭുതകരമായ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അത്ഭുതകരമായ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഓടുന്ന വണ്ടി പെട്ടെന്ന് തകർന്ന് വീണ് ഇരുന്നു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാൻ, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അല്ലാതെ നമുക്ക് ദുആ ചെയ്യുന്ന ഒരു വർഗത്തെ ദുനിയാവിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭാര്യയല്ലാതെ, നമ്മുടെ മക്കളല്ലാതെ, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാതെ നമുക്ക് ദുആ രക്കുന്ന മറ്റൊരു വിഭാഗം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ കാണുന്ന ആ ബിൽഡിങ്ങിന്റെ ഫോട്ടോയിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ആ ബിൽഡിങ്ങിന്റെ ഫോട്ടോയിലേക്ക് നോക്കണം. 3 ദിവസത്തെ ഇവിടുത്തെ പരിപാടി നിങ്ങൾക്ക് പഠിക്കാനുള്ള വിജ്ഞാനമൊക്കെ കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് അതിനൊന്ന് തുടങ്ങി അതിന്റെ ഒരു 3/4% ഒന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് ഈ ഒരു ജനസാഗരത്തിന് മുന്നിലേക്ക് ബക്കറ്റ് കൊടുത്തു വിടുമ്പോ, അള്ളാഹുവേ, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ഖബറിലേക്ക് മദ്രസയുടെ വരുമാനത്തിന് വേണ്ടിയാണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. +2 വരെയുള്ള മദ്രസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ മക്കളായി അവരുടെ ദുആ, അവർ ഖുർആൻ എടുത്തു വെക്കുമ്പോൾ, അവർ സലാത്ത് ചൊല്ലുമ്പോൾ, അവർ ഹദീസ് പഠിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിനകത്ത് കിട്ടണം എന്ന നിയ്യത്തോടുകൂടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على محمد ربي صل عليه وسلم. അല്ലാഹുവേ, കടലായ രാജസീതാര പടച്ചവനെ, മഹനീയമാണ് ഈ മദ്രസയുടെ പാവപ്പെട്ട ഈ മദ്രസയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ, മാസാമാസം ഇവിടെയുള്ള ജനങ്ങളെല്ലാം ജോലിക്ക് പോകുന്നവരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങി ആ മദ്രസയുടെ കാര്യങ്ങൾ നടത്തുമ്പോ കരുണക്കടലായ പടച്ചവരെ, ആ മദ്രസയ്ക്കൊരു നിത്യവരുമാനത്തിന് വേണ്ടി കാതലായ ഒരു സ്ഥലത്ത് 2 നില ബിൽഡിംഗ് കിട്ടുമ്പോ കാലാകാലം അത് പള്ളിക്കുള്ളതാണ്, ലോകാവസാനം വരെ മദ്രസക്കുള്ളതാണ്, അതിന്റെ പുരോഗതിക്കുള്ളതാണ്. അല്ലാഹുവേ പടച്ചവരെ, അതിന് ആരും ബക്കറ്റിലേക്ക് സ്വതക്കിയിടുന്നുവോ അവർക്ക് ഇത് ആഖിറത്തിലേക്കുള്ള വലിയ ഒരു തിലകക്കുറിയാക്കി കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരു നഷ്ടവും നീ കൊടുക്കല്ല തമ്പുരാനെ, ഒരു തടസ്സവും നീ കൊടുക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, നീ അവരെ ഏറ്റെടുക്കണേ അല്ലാഹ്. പാവപ്പെട്ടവരല്ലേ റബ്ബേ, ഈ സദസ്സിൽ വന്നിരിക്കുന്നവരുടെ എല്ലാ മജ്‌ലിസിലും അവരെ കൊണ്ട് കഴിയുന്നത് സ്വതക്കരിക്കുന്നവരാണ്. പക്ഷേ പാവപ്പെട്ടവരാണ്, സാധുക്കളാണ്. അവർ ചെയ്യുന്നതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അവരെ വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. 100 രൂപയാകിട്ടതെങ്കിൽ നാളെ മുതൽ 1000 രൂപ ഇടാനുള്ള സാമ്പത്തിക ഭദ്രത നീ കൊടുക്കണേ അല്ലാഹ്.
കച്ചവടത്തിലാണെങ്കിൽ അതിൽ പുരോഗതി കൊടുക്കണേ അല്ല, ബിസിനസ് ആണെങ്കിൽ ഐശ്വര്യം കൊടുക്കണേ അല്ല, വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ അപകടം കൊടുക്കല്ലേ അല്ല, രോഗികളാണെങ്കിൽ രോഗം മാറ്റി കൊടുക്കണേ അല്ല. അല്ലാഹുവേ, എന്ത് ജോലി ചെയ്താലും നീ പുരോഗതി കൊടുക്കണേ അല്ല, എന്ത് ജോലി ചെയ്താലും നീ നേട്ടങ്ങൾ കൊടുക്കണേ അല്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റേതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരാണ്. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം പറയുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ള ഗൗരവമുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഇത്രയും പറയുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാന്റെ പവർ വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ ആ 3 കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. എവിടെയും ഒന്നാം സ്ഥാനം ബഹുമാനപ്പെട്ടവർക്ക് തന്നെയാണ്. സഹാബികൾക്ക് മുന്നിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ട 3 കാര്യം പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറിയിരുന്നുകൊണ്ട് സങ്കടപ്പെടുകയാ. കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ പൊരുളാലോചിക്കുകയാണ്. എത്രയോ സദസ്സുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മത്സരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പരാജയപ്പെട്ടു പോയി സഹോദരങ്ങളെ, അവിടെയൊക്കെ പരാജയപ്പെട്ടു പോയി. മുത്തുനബി തങ്ങൾ ഒരിക്കൽ സ്വതക്ക ചോദിക്കുകയാണ് സഹാബികളോട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നത് ചെറിയൊരു പൊതിയാണ്, ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് വലിയ ഒരു കെട്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഉമറേ, എന്താണ് നീ കൊണ്ടുവന്നതിന്റെ ജീവിതത്തിന്റെ പകുതി സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നബിയെ, എന്റെ ജീവിതത്തിന്റെ പകുതി സമ്മാനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു നബിയെ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കർ നീ എന്താ കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യം ഇതാ കഴിഞ്ഞിരിക്കുകയാണ്, അവസാനത്തെ സമ്പാദ്യം പോലെ ഞാനിതാ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പൊട്ടിക്കരന്നുകൊണ്ട് സമർപ്പിച്ചു പോയെങ്കിൽ അൽഹംദുലില്ലാഹ് ഇന്നിവിടെ സമാപനം 11 സലാത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടം 3 പറഞ്ഞ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ധീരനായ മുത്തുനബി തങ്ങളുടെ സ്വന്തം സഹചാരിയായ പൊന്നുമോളെ വരിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത അലി ഹൈദറുൽ ഖറാർ റളിയല്ലാഹു തആല ഇഷ്ടപ്പെട്ട 3 കാര്യം പറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവനും കഴിയുമ്പോൾ അല്ലാഹു പറയുന്നു, നബിയേ എനിക്കും ഒരു 3 കാര്യം ഇഷ്ടമാണ്. നിങ്ങൾ വിശ്വാസികളൊക്കെ ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, എന്നാൽ എനിക്കും ഒരു 3 കാര്യം ഇഷ്ടമാണ് എന്ന് അല്ലാഹു പടച്ച തമ്പുരാ പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങൾ കൂടി പറഞ്ഞു ദുആ ചെയ്ത് പിരിയുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഈ ജനസാഗരത്തെ സാക്ഷി നിർവഹിച്ച് പറയുകയാണ്, അൽഹംദുലില്ലാഹ് ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് ദ്വാരക്കുമ്പോൾ എന്റെ നാട്ടിലേക്ക് പാതിരാത്രി ഞാൻ തിരിച്ചു പോകുമ്പോൾ നാളെ മുതൽ നാട്ടിലുള്ള മജ്‌ലിസിലൊക്കെ നിറകണ്ടവരോട് ദ്വാരക്കുമെന്ന് മാത്രമല്ല, ഫെബ്രുവരി മാസം 25-ാം തീയതി കൊല്ലം കടപ്പുറത്ത് അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് ജനസാഗരത്തെ സാക്ഷി നിർത്തി ഹുബ്ബുർ റസൂൽ സമാപന ക്യാമ്പയിന്റെ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മനസ്സ് മദീനയിലേക്കെന്ന മനോഹരമായ വിഷയം ചർച്ച ചെയ്ത് കടലോരത്തിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പറക്കാൻ കുതിക്കുമ്പോ ആ സദസ്സിൽ പോലും മറക്കില്ല, പ്രിയപ്പെട്ടവരെ മറക്കില്ല, ആർക്കും ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ വിനീതന്റെ 3 ദിവസത്തെ സദസ്സിൽ 1-ാമത്തെ സംരംഭമായ എന്ന് അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് താൻ മരണപ്പെട്ടാൽ തന്റെ ഖബറിലേക്ക് ഉണ്ടാവണമെന്ന് നിയ്യത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ചൊല്ലാൻ പോവുകയാണ്. അതിനൊരു പെട്ടെന്ന് ഒരു 2-3 പേര് തുറക്ക പറയണം വേഗം. അത് പരിപാടിയുടെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് അൽഹംദുലില്ലാഹ് ഈ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ഈ സദസ്സിൽ ആദ്യം തുറക്ക പറയേണ്ടത്, നമുക്കറിയാം ഇസ്ലാമിന്റെ ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാലും ഒരു ചാനലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ കൊടുത്ത ഒരു സഹോദരൻ ഈ സദസ്സിലുണ്ട്. അള്ളാഹു താല സമ്പത്ത് അനുഗ്രഹിപ്പിച്ചു കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്റെ ബിസിനസ്സിലൂടെ എന്റെ ജീവിത സന്തോഷത്തിലൂടെ നീ തന്ന സമ്പാദ്യത്തിന്റെ ഭൂരിവിഹിതം ഒരുപാട് മക്കൾ ഖുർആൻ ഓതി,
ഒരുപാട് മദ്രസകൾ നടന്നു, ഒരുപാട് ദീനിന്റെ കാര്യങ്ങൾ നടന്നു. അതിലുപരി എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് ഇന്നു മുതലുള്ള എല്ലാ മജ്‌ലിസിലും ഈ പാവപ്പെട്ടവന്റെ മജ്‌ലിസിലെ ഒരു ദുആ കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയ സഹോദരൻ ബഹുമാനപ്പെട്ട ബഷീർ പടിയത്തിനോട് ഈ സദസ്സിന്റെ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനം എന്ന രീതിയിൽ ഒരു തുക വാഗ്ദാനമായി എന്നോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും മാതാപിതാക്കൾക്കും ആ സഹോദരന് വേണ്ടി ഈ സ്വർഗീയ ആരാമം ഈ ബിൽഡിങ്ങിന് വേണ്ടി തരുന്ന ആ ഒരു സാമ്പത്തികത്തിന് പകരം ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ എന്തു പറഞ്ഞാലും ചെറുതാണോ വലുതാണോ അത് ആ സഹോദരന് പടച്ചർപ്പമായിട്ടുള്ളതാണ്. അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ ഓടി നടന്നുകൊണ്ട് ഇത്രയും സദസ്സ് സംഘടിപ്പിക്കാൻ 15,000-ലധികം ചെയറുകൾ കൊണ്ടിടാൻ ദിവസങ്ങളായി ഫ്ലക്സ് അടിച്ച് നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തി യാസിനെയും പോലെയുള്ള ഡോക്ടർമാരെ പോലെയുള്ള ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെടുന്നത് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഈ മനോഹരമായ ബിൽഡിംഗ് അൽഹംദുലില്ലാഹ് എല്ലാ സ്ഥലത്തും പള്ളിക്കും മദ്രസയ്ക്കും നല്ല വരുമാനമുള്ളതുപോലെ നമ്മുടെ ചെറിയ മദ്രസയ്ക്ക് ഒരു നിത്യ വരുമാനമുണ്ടാകാൻ പൂർണ്ണ തൃപ്തിയോടെ സന്തോഷത്തോടെ ഇൻഷാ അല്ലാഹ് ആ സഹോദരൻ ഒന്ന് പറഞ്ഞു തുടങ്ങുന്നു. 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചൊല്ലുന്നു. അതിനുശേഷം ഇഷ്ടമുള്ളവർക്ക് താല്പര്യത്തോടുകൂടി എത്രയാണോ പറയാൻ കഴിയുക അത് പറയണം, എന്നിട്ട് ദുആ ചെയ്യും. ഏറെ സമയം നമുക്ക് പിരിവിന് വേണ്ടി കളയാൻ ഇന്ന് 1ാമത്തെ ദിവസമായതുകൊണ്ട് സമയമില്ല. എങ്കിലും ഈ വിനീതന്റെ എല്ലാ മജ്‌ലിസിലും ദുആ കിട്ടണം എന്ന ആഗ്രഹത്തോടെ ഈ മനോഹരമായ ബിൽഡിങ്ങിന് ഒരു സന്തോഷകരമായ തുടക്കമാകട്ടെ എന്ന ചിന്തയോടെ ബഹുമാനപ്പെട്ട ബഷീർ പടിയത്ത് എത്ര രൂപയാണ് അൽഹംദുലില്ലാഹ് പറയുന്നതെങ്കിലും അള്ളാഹു സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ. പറഞ്ഞു ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ ഇന്ന് വന്നു ചേർന്നിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, സമുദായ നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഇത്ര വലിയ ഒരു സദസ്സ് കണ്ടപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു നാട്ടിൻ പുറത്ത് ഇത്ര വലിയൊരു മതപ്രഭാഷണം അത് കേൾക്കുവാൻ ഇത്ര വലിയ ജനം കണ്ടപ്പോൾ ആ സഹോദരനുണ്ടായ ഒരു സന്തോഷമാണ്. അല്ലാഹു തആല ബിസിനസ്സിലൊക്കെ പുരോഗതി കൊടുക്കട്ടെ. 10 ലക്ഷം രൂപ ആ സഹോദരൻ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നു. ബിഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ പടച്ചവനെ, ആ ബഷീർ എന്ന സഹോദരന്റെ ബിസിനസ്സിൽ നീ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു ഈ ദിക്റിന്റെ പ്രതിഫലത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും വാരിക്കോരി ചെലവഴിക്കുവാൻ നീ സാമ്പത്തിക വളർച്ച കൊടുക്കണേ അല്ലാഹ്. ഒരു വിഷമവും നീ കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഈ വലിയ സദസ്സിന്റെ ദുആ സഹോദരന് വേണ്ടി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഏത് മജ്‌ലിസിലും ആ പ്രിയ സഹോദരന് വേണ്ടി ദുആരക്കുവാൻ നീ ഓർമ്മശക്തി തരണേ തമ്പുരാനെ. നീ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു, എത്രയും പെട്ടെന്ന് ഈ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ പറന്നിറങ്ങുന്ന മലക്കുകൾ ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി അല്ലാഹുവേ ആമീൻ പറയുമ്പോൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ആ സഹോദരന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ പരാജയം കൊടുക്കല്ലേ അല്ലാഹ്. ഒരിക്കലും നീ പരാജയം കൊടുക്കല്ല തമ്പുരാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 11 സ്വലാത്തിന്റെ 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുത്തത് പോയ വേഗം വേണം. ഇടയിൽ എനിക്ക് ഇനി മറ്റു കാര്യങ്ങൾക്ക് കിടക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുന്നത്, ഈ സദസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഇൻഷാ അല്ലാഹ്
2 ലക്ഷം രൂപ ഉസ്താദെ ഈ ബിൽഡിങ്ങിന്റെ പണിക്ക് വേണ്ടി ഞാൻ കൊടുക്കാം. അത് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി പറയാണ്. 5, 10, 15 എത്ര വേണോ നിങ്ങൾക്ക് പറയാം. പക്ഷേ സാധാരണക്കാർ ഏറെയുള്ള മജ്‌ലിസാണ്. ഒരു 2 ലക്ഷം രൂപ അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഇൻഷാ അള്ളാ ഈ ബിൽഡിങ്ങിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഞാനും കൊടുക്കാം എന്ന് ഒരു വാഗ്ദാനം പറയാം. ആര് പറഞ്ഞാലും അള്ളാഹു സാമ്പത്തികം അധികരിപ്പിച്ചു കൊടുക്കട്ടെ. ഇവിടെ ചൊല്ലുന്ന 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ സഹോദരനും ആ സഹോദരന്റെ കുടുംബത്തിലുമുള്ള ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ മൺമറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ബിഫളി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾ മാത്രമല്ല ഇവിടെ പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട മാലാഖമാര് പോലും ചൊല്ലുന്ന ഈ മനോഹരമായ അദ്കാറിന്റെ പുണ്യം ഇത് പറയുന്നവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആര് പറഞ്ഞാലും അള്ളാഹുവേ നിന്റെ മദ്രസയ്ക്ക് വേണ്ടിയാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ്, സ്വലാത്ത് ചൊല്ലുന്ന മക്കൾക്ക് വേണ്ടിയാണ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരു വിഷമവും നീ കൊടുക്കല്ല റബ്ബേ, ഒരു പ്രയാസവും നാദാ നീ കൊടുക്കല്ല റബ്ബുരാനെ. 2 ലക്ഷം രൂപ ആർക്ക് പറയാ മനസ്സിൽ തോന്നിയാലും ഈ വലിയ സദസ്സിന്റെ ദുആ നീ അവർക്ക് നിർബന്ധമാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ ഫൈസൽ ഗുരുവായൂർ 2 ലക്ഷം രൂപ അൽഹംദുലില്ലാഹ് ഈ മനോഹരമായ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. കുലൂ തക്ബീർ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. കരുണക്കടലായ പടച്ചവനെ, ഫൈസൽ എന്ന സഹോദരന് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. വസ്തു കച്ചവടം നടക്കാറുണ്ട് തമ്പുരാനെ, നടത്തി കൊടുക്കണേ അല്ലാഹ്. ഒറ്റത്തറ കോളേജിന് ലക്ഷക്കണക്കിന് രൂപ പറഞ്ഞ പ്രിയ സഹോദരനാണ്. അള്ളാഹു ഈ ബിൽഡിങ്ങിന് വേണ്ടി 2 ലക്ഷം രൂപ പറഞ്ഞു. സമ്പത്ത് നീ അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു വിഷമവും നീ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രയാസവും നീ കൊടുക്കല്ല നാഥാ. കരുണക്കടലായ പടച്ചവനെ, ഈ മജ്‌ലിസിന്റെ ദുആ സഹോദരനും കുടുംബത്തിനും നീ കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ പ്രിയപ്പെട്ടവള് ഉസ്താദേ ദുആരക്കണം. ഒരുപാട് സാമ്പത്തികമുള്ളത് കൊണ്ടല്ല, വലിയ മജ്‌ലിസിന്റെ ദുആ എന്നും കിട്ടുമല്ലോ എന്ന് കുറിച്ചുകൊണ്ടാണ്. ആ കുടുംബത്തെ നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ നാഥാ. അൽഹംദുലില്ലാഹ്. 1 ലക്ഷം രൂപ പറയാൻ പോരാ. 10 ലക്ഷം രൂപ ബഷീർ സാഹിബ് പറഞ്ഞു, 2 ലക്ഷം രൂപ ഫൈസൽ സാഹിബ് പറഞ്ഞു. 1 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാൻ കൊടുത്തുകൊള്ളാം. നിങ്ങൾ ചോദിക്കുന്ന ഈ സ്വർഗീയ ആരാമത്തിന്റെ ബിൽഡിങ്ങിന്റെ പണിക്ക് വേണ്ടി 1 ലക്ഷം ചോദിക്കുമ്പോൾ അതിന് ആദ്യം ഞാൻ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചൊല്ലുന്ന ദിക്റും സലാത്തും എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക്, എന്റെ കുടുംബത്തിന് ലഭിക്കണമെന്ന നിയ്യത്തോടെ ഈ വലിയ മജ്‌ലിസ് റബീഉൽ ആഖിറിന്റെ ഈ സ്വർഗത്തിന്റെ വേദിയിൽ വലിയ മജ്‌ലിസിന്റെ പൊരുത്തത്തിന് 1 ലക്ഷം രൂപ ആരാണ്? അൽഹംദുലില്ലാഹ് 1 ലക്ഷം രൂപ എഴുന്നേറ്റ് നിന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തുകൊള്ളാം ഈ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് ഈ വലിയ മജ്‌ലിസിന്റെ ദുആ കിട്ടാൻ വേണ്ടി ആരുടെ മനസ്സിൽ തോന്നിയാലും ആര് പറഞ്ഞാലും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. സാമ്പത്തിക ഭദ്രത കൊടുക്കണേ തമ്പുരാനെ. ഒരു വിഷമവും നീ കൊടുക്കല്ല റഹ്മാനേ. അല്ലാഹു വിശ്വാസികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തുനബി തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സജ്ജനരായ സഹാബികളെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ ഈ സ്വർഗീയ വേദിയിൽ അല്ലാഹ് ഈ തുക പറയുന്നവർക്ക് വലിയ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് നിന്റെ ഇഷ്ടം കൊടുക്കണേ നാഥാ, നിന്റെ ഇഷ്ടം കൊടുക്കണേ അല്ലാഹ്. ആരാണ് 1 ലക്ഷം രൂപ പറയാ? 100 പാക്കറ്റ് സിമന്റ്, പേര് പറയാത്ത ഒരു സഹോദരൻ നേരത്തെ ഇവിടെ അറിയിച്ചിട്ടുണ്ട്. 100 ചാക്ക് സിമന്റ് ഈ ബിൽഡിംഗ് കിട്ടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ് ഏറെ മുതൽ മുടക്ക് വരുന്ന ആ സാമ്പത്തികം ചിലവഴിക്കാൻ തീരുമാനിച്ച ഒരു സഹോദരന് മനസ്സിലൊരു വലിയ ആഗ്രഹമുണ്ട്. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി സന്താന സൗഭാഗ്യം കിട്ടിയിട്ടില്ല. ഈ മജ്‌ലിസിന്റെ പുണ്യം കൊണ്ട് ഇൻഷാ അല്ലാഹ് കിട്ടണം. നിയ്യത്ത് ചെയ്യ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ പ്രിയ സഹോദരന്റെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാഹ്. എത്ര ചികിത്സ നടത്തി അല്ലാഹ്, എത്ര മജ്‌ലിസിൽ പോയി പടച്ചവനെ. ഈ വലിയ ജനസാഗരത്തിന്റെ ആമീൻ സ്വീകരിച്ച് റബീഉൽ ആഖിർ മാസത്തിന്റെ പവിത്രത കൊണ്ട് പരിശുദ്ധ കൊണ്ട് അല്ലാഹുവേ ആ പ്രിയ സഹോദരനെ ഈ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഈ ബിൽഡിങ്ങിന് വേണ്ടി മാറ്റിവെച്ച സ്വതക്കയുടെ വടക്കത്ത് കൊണ്ട് പടച്ചവൻ എനിക്ക് മക്കളെ തന്നു എന്ന
സന്തോഷവും സംതൃപ്തിയും പടച്ചവനെ ആ സഹോദരനെ നീ നിലനിർത്തി കൊടുക്കണ റബ്ബേ. കരുണക്കടലായ അല്ലാഹ്, ആ പ്രിയ സഹോദരന്റെ ബിസിനസ്സിൽ പുരോഗതി കൊടുക്കണേ അല്ലാഹ്. ഭാര്യ സങ്കടത്തിലാണ്, ആ സഹോദരൻ പ്രയാസത്തിലാണ്, ഒരു കുഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ തമ്പുരാനെ. ഈ ബിൽഡിങ്ങിന് വേണ്ടി 100 ചാക്ക് സിമന്റ് മാറ്റിവെച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളെ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഫൈസൽ എന്ന സഹോദരന്റെ ഭാര്യയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 2 ലക്ഷം രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സലാത്തിന്റെ സൈതത കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ സഹോദരിക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ എല്ലാ വിഷമങ്ങളും നാദാ നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ആ സഹോദരന്റെ കച്ചവടം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണേ അല്ലാഹ്. കരുണക്കടലാര പടച്ചവനെ, ആ പ്രിയപ്പെട്ട സഹോദരിക്കും ആ സഹോദരനും ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഈ വലിയ മജ്‌ലിസിന്റെ ദുആന പുണ്യം കൊണ്ട് അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നീ തൃപ്തി കൊടുക്കണേ പടച്ചവനെ. മാരക രോഗം കൊടുക്കല്ലേ അല്ലാഹ്, മാരക രോഗം കൊടുക്കല്ലേ അല്ലാഹ്. ഓരോരുത്തരെന്നെല്ലാം നിന്റെ ദീനിന് വേണ്ടി സ്വതക്ക പറയുന്നുവോ അല്ലാഹു, അവർക്കൊന്നും ഒരു പരാജയവും നീ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പരാജയവും നീ കൊടുക്കല്ലേ അല്ലാഹ്. കേച്ചേരിയിലെ സിൽക്ക് ഗാർഡൻസ് എന്ന സ്ഥാപനം നടത്തുന്ന മുത്തുഹാജി അൽഹംദുലില്ലാഹ് ബിസിനസിന്റെ പുരോഗതി, മകളുടെ നിക്കാഹ്, മക്കളുടെ പഠിത്തം ഇതൊക്കെ ആഗ്രഹിച്ച് 25,000 രൂപ നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നിരിക്കുകയാണ്. ഈ കാർഡ് സംഘാടകർ കിട്ടും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചവനെ നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആ സഹോദരന്റെ സ്ഥാപനത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. ഒരാളും നിർബന്ധിച്ചിട്ടല്ല, സന്തോഷത്തോടെ തൃപ്തിയോടെ പറയാനുള്ള മനസ്സ് നീ കൊടുത്തല്ലോ. റാഹത്ത് അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പൊന്നുമോളെ നിക്കാഹ് ഒരു തടസ്സവും കൂടാതെ സന്തോഷത്തോടെ നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. മക്കൾക്ക് നീ പഠനത്തിൽ ഉന്നത നിലവാരം കൊടുക്കണേ അല്ലാഹ്. എല്ലാ നന്മകളും അല്ലാഹുവേ നീ ചുരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ബാക്കിയുള്ള ദുആ ലിസ്റ്റ് സംഘാടകർ തയ്യാറാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുവാനും തൗഫീഖ് തരട്ടെ. നമ്മുടെ അബ്ദുഹാജി അൽഹംദുലില്ലാഹ് പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിൽ ഒരുപാട് നാളുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. 25 ചാക്ക് സിമന്റ് അദ്ദേഹവും അതുപോലെ തന്നെ റിയാൻ ഹാജി എന്ന ഇവിടെ എത്താൻ കഴിഞ്ഞില്ല, ഒരുപാട് തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയി സമ്മേളന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടൊക്കെ ഓടി നടക്കുകയാണ്. അദ്ദേഹവും 25 ചാക്ക്, അങ്ങനെ 2 പേരും കൂടി 50 പാക്കറ്റ് സിമന്റ് അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ അവിടെ ഈ കോളേജ് ഉടൻ ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. അപ്പോ അവിടെയും അവർ ധാരാളം തുറക്ക ചെയ്തവരാണ്. 5 ലക്ഷം രൂപ അവിടുത്തെ ഒരു റൂമിന് വേണ്ടി കൊടുക്കുകയും പിന്നെ ഒരു വലിയ സ്വർണ്ണ മാല കൊടുക്കുകയൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 50 പാക്കറ്റ് സിമന്റ് നമ്മുടെ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, 2 സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ, നീ വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ നാഥ, ആ സഹോദരങ്ങൾക്ക് ഉന്നതമായ നേട്ടം കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം കൊണ്ട് പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് ഉസ്താദിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ 2 സഹോദരങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവിടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാഹ്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീവി ഉമ്മാടെ പൊരുത്തം നീ കൊടുക്കണേ അല്ലാഹ്. ആ മഹദിയുടെ ദുആ കൊടുത്തവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് മാക്സ് വെഡിങ് സെന്റർ എന്ന കൂറ്റനാട് ഉള്ള ആ സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അൽഹംദുലില്ലാഹ് അവര് 25,000 രൂപ ഈ മനോഹരമായ മദ്രസയുടെ പിന്നെ ധനശേഖരണാർത്ഥമുള്ള ബിൽഡിങ്ങിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നീ കൂടെ തരണേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, ആ ബിസിനസ്സിൽ നീ പുരോഗതി കൊടുക്കണേ തമ്പുരാനെ, ഐശ്വര്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഇതിൽ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് ഒത്തൊരുമ കൊടുക്കണേ അല്ലാഹ്. മദ്രസയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് മനസ്സ് വെച്ച പ്രിയപ്പെട്ടവരെ നീ ഒരിക്കലും നട്ടത്തിലാക്കല്ല തമ്പുരാനെ, കഷ്ടത്തിലാക്കല്ല റഹ്മാനെ.
അല്ലാഹുവേ എല്ലാ നേട്ടങ്ങളും നന്മകളും നീ ഈ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഒന്നാമത്തെ ദിവസമാണ്, ഇരിക്കാൻ ഏറെ പ്രയാസം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ ഷിയാസും നിയാസും എന്ന ഡോക്ടർമാര് എല്ലാ മജ്‌ലിസിലും വന്നിട്ട് അവരെ കൊണ്ട് കഴിയുന്നത്, പൊട്ടത്തറ കോളേജിൽ അവർ രണ്ടുപേരും കൂടി 50,000 രൂപ അവിടുത്തെ ബിൽഡിങ്ങിന് വേണ്ടി കൊടുക്കാമെന്ന്. അപ്പൊ അവരുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അത് ചെയ്യാതെ പോകുന്നത് ഒരു വിഷമമുള്ളത് കൊണ്ടാണ്. തിരക്കാണെങ്കിലും സമയക്കുറവാണെങ്കിലും നിങ്ങൾക്ക് ഏറെ വിഷമമുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ട് ഞാൻ സമയം ചെലവഴിച്ചത് അതുകൊണ്ടാണ്. എല്ലാവരും പൊരുത്തപ്പെടണം ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും എന്റെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരികയാണ്. നമുക്കറിയാം നമ്മുടെ സദസ്സ് എപ്പോഴും ഒരു വലിയ മാറ്റലും മുഴക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഈ അടുത്ത സമയത്ത് നടന്ന പരിപാടിയിൽ ഏറ്റവും വലിയ പരിപാടിയാണ് ഡിസംബർ 31 മലപ്പുറം ജില്ലയുടെ മാറഞ്ചേരിയിൽ നടന്നു. വിഷയം തന്നെ മദ്യം എന്നതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി അവസാന വാരം ആ കാസറ്റ് വിപണിയിലിറങ്ങും. മദ്യം ഈ അടിമത്വം എന്ത്. ആ ഒരു പ്രസംഗത്തിന് ശേഷം ആ നാട്ടിലുണ്ടായ ഒരു വലിയ മാറ്റമാണ് പത്രത്തിലൂടെ നിങ്ങളൊക്കെ വായിച്ചത്. ലഹരി മുക്ത മാറഞ്ചേരിക്കായി ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി കള്ളിനെ മാറഞ്ചേരിയിൽ നിന്ന് പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടി ശ്രീരാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുന്ന ആ വേദിയുടെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നതാണ്. വലിയ സന്തോഷം തോന്നിപ്പോയി. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഓരോ നാടും, ഞാൻ സേവനം ചെയ്യുന്ന വള്ളക്കടവ് മഹലിൽ 90% കള്ളിൽ നിന്ന് ഒഴിവായി. 90%. എത്ര സഹോദരിമാർക്ക് സന്തോഷം. അതുപോലെ നമ്മുടെ മജ്‌ലിസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. നാം അറിയാതെ ഒരുപാട് മാലാഖമാർ അല്ലാഹുവേ പടച്ചവനെ സദസ്സിലുണ്ട്. 10 ലക്ഷം മുതൽ 1,25,000 ഒക്കെ പറഞ്ഞവർ ഈ സദസ്സിൽ നിന്ന് അല്ലാഹുവേ മാലാഖമാരുടെ ആമീൻ അവർക്ക് കൊടുക്കണേ തമ്പുരാനേ. മക്കൾക്ക് വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ട്, മക്കളാണല്ലോ മദ്രസയെ പഠിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്ത് വാത് പറയാണ്. വാതിനിടയിൽ പിന്നെ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കൂല. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, വാലന്റീൻസുകളായ കുഞ്ഞുമക്കൾ ഇവിടെയുണ്ട്. എന്റെ മക്കൾക്കാണ് എന്ന് പറഞ്ഞ് ഒന്നീ മക്കളില്ലാത്തവർ സന്താന ഭാഗ്യത്തിന് വേണ്ടി ഉള്ള മക്കളെ ആലിമാക്കണം, ആഫിദാക്കണം. അവരെ യതീമാക്കി കളയരുത്. വളർച്ച എത്തുന്നതിന് മുമ്പ് പാപ്പയില്ലാത്തവരായി ഇവരെ മാറ്റരുത് എന്നൊക്കെ നിയത്ത് ചെയ്ത് മദ്രസയുടെ നിത്യ വരുമാനത്തിന് വേണ്ടിയിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് സ്വർണം കൊടുത്തേക്കാൻ പറ്റുന്നവർ ഇപ്പോ സംഘാടകർ വരികയാണ്. ആദ്യത്തെ ഒരു സ്വർണം മാത്രം വേഗം കൊണ്ടുവരിക, ബാക്കിയുള്ളത് ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് കൊണ്ടുവരിക. ആര് മനസ്സ് വെച്ചാലും അവരെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ മക്കളെ അല്ലാഹു യതീമാക്കാതിരിക്കട്ടെ. അവരുടെ മദ്രസയ്ക്ക് വേണ്ടി ഖുർആൻ പഠിക്കുന്ന, മുത്തുനബിതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ പൊരുത്തം അല്ലാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. ആദ്യം ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം കൊടുത്തയച്ചു. തന്റെ വിരൽ തുമ്പിൽ എത്രയോ നാളുകൊണ്ടിട്ടിരുന്ന സ്വർണ്ണമോതിരം. പക്ഷേ അലിഫ് മുതൽ പഠിച്ചു വരുന്ന, സൂറത്ത് നാസ് മുതൽ പഠിച്ചു വരുന്ന, ഫിഖ്ഹും അതുപോലെ ദീനിയാത്തും അഖ്ലാഖും ഒക്കെ പഠിക്കുന്ന, ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ആദർശശുദ്ധിയുള്ളവരാക്കി മാറ്റുന്ന മദ്രസയുടെ മക്കൾക്ക് ആ മദ്രസയുടെ നിലനിൽപ്പിന് വേണ്ടി എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്വർണ്ണാഭരണം തന്ന ഒന്നാമത്തെ പെങ്ങൾ. അൽഹംദുലില്ലാഹ്. ഈ സഹോദരിക്ക് ദുആ ചെയ്ത വിഷയത്തിലേക്ക് വരുന്നു. ബാക്കിയുള്ള സഹോദരിമാരുടെ മുന്നിൽ പ്രിയപ്പെട്ടവര് അൽഹംദുലില്ലാഹ് എല്ലാവരും കടന്നു ചെന്ന് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വാൾഡേഴ്സ് കടന്നു ചെല്ലുമ്പോൾ സഹോദരിമാർ പേരൊന്നും ഇവിടെ പറയണ്ട, ഒന്നും പറയണ്ട, ഒരാഗ്രഹവും പറയണ്ട. എന്റെ മക്കൾക്ക് വേണ്ടി എന്ന് നീയത്ത്, എന്റെ മക്കൾക്ക് വേണ്ടി, അവർക്ക് അപകടം വരാതിരിക്കാൻ, അവർ യതീമാകാതിരിക്കാൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ചവനെ, സ്വർണ്ണമോതിരം ഒരു പെണ്ണ് ജീവിതത്തിലേറെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നിയത്ത് ചെയ്ത് മാറ്റിവെക്കുമ്പോൾ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ, നീ കൊടുക്കണേ തമ്പുരാനെ. അവരെ മക്കളെ യതീമാക്കല്ലേ അല്ലാഹ്. മാരകരോഗത്തിന്റെ ഉടമകളാക്കല്ലേ തമ്പുരാനെ. ആസ്മീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ തമ്പുരാനെ. സലാത്ത് ചെല്ലാതെ ഉറങ്ങുന്നവരാക്കല്ലേ അല്ലാഹ്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. ഏതൊക്കെ സഹോദരിമാർക്ക് മനസ്സിൽ തോന്നുന്നുവോ ഈ വലിയ മജ്‌ലിസിൽ എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യണമല്ലോ എന്ന തീരുമാനം ഏത് സഹോദരിയുടെ മനസ്സിൽ വരുന്നുവോ അല്ലാഹുവേ അവർ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവർക്കെല്ലാ നന്മകളും നാഥാ നീ ചൊരിഞ്ഞു കൊടുക്കുക അല്ലാഹ്. ദുആയ്ക്ക് മുമ്പ് ഒരുമിച്ച് കൊണ്ടുവരിക, ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് മുത്തുനബി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് വിലപ്പെട്ട 3 കാര്യം ഇഷ്ടപ്പെടുന്നത് പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്നത് പോലെ 3 കാര്യം എനിക്കും ഇഷ്ടമാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യത്തിന്റെ കരുത്തുള്ള ഈമാനിന്റെ വ്യക്തിയാണ്.
അല്ലാഹുവേ, ഒരു പേമാരിയും തളർന്നു പോകാത്ത ഇസ്സത്തിന് വേണ്ടിയിട്ട് നിലയുറച്ച മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമത്തെ കാര്യം അന്നദുറുഇലാ വലിയില്ലാ. അല്ലാഹുവേ, നിന്റെ വലിയന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്, നിന്റെ വലിയന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്. അല്ലാഹുവേ, നിന്റെ പൊരുത്തമുള്ള ഔലിയാക്കളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ പിന്നാലെയുള്ള 3 കാര്യം പറയുകയാണ്. തൃപ്പനത്തി ഉസ്താദിനെ കണ്ട എത്രയോ ആളുകൾ എന്റെ മുമ്പിലുണ്ട്. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ കബറിടം സ്വർഗീയ ആരാമമാക്കി കൊടുക്കല്ല. എന്തോ അത്ഭുതമായിരുന്നു പ്രിയപ്പെട്ടവരെ. ലോകത്തിനും വിട പറഞ്ഞു പോയപ്പോ താൻ കിടന്ന വിരിപ്പിനടിയിൽ നിന്ന് എത്രയോ സ്വർണ്ണാഭരണങ്ങളാണ് എടുത്തു മാറ്റി ദീനിന്റെ സ്ഥാപനം ഇന്ന് അവിടെ ബിൽഡിംഗ് കെട്ടുകയാണ്. ൗലിയാക്കന്മാരെ കാണുന്നത് തന്നെ പുണ്യമാണ്, അവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ നേട്ടമാണ്. വിശദീകരിക്കുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് പറയുകയാണ്, ദീനിനെതിരെ പ്രവർത്തിക്കുന്നവരെ എതിർക്കുക. ദീനിനെതിരെ ആര് പ്രവർത്തിക്കുന്നുവോ അവരെ എതിർക്കുക. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹോബിയാണ്, എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെയാണല്ലോ. ആർക്ക് ദീനിന് എതിരായിട്ട് ആര് വരുന്നുവോ അവരെ വെട്ടുവാനും അവരെ കൊല്ലുവാനും അവരോട് എതിരുവാനും ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവേശം അതായിരുന്നു. നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ട് പോലും നിസ്കരിക്കാതെ പള്ളിയുടെ മൂലയിലിരിക്കുന്ന വയോവൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുകയാണ്, അയാളെ നിസ്കരിക്കുമോ എന്ന് നോക്കുക. നിസ്കരിച്ചിട്ടില്ല, തങ്ങളെ അവിടുന്ന് നിസ്കരിച്ചിട്ടില്ല. അസറിന്റെ സമയമായി സുഹർ നഷ്ടപ്പെടാൻ പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്നിട്ട് ആ മനുഷ്യന്റെ തലവെട്ടാൻ പോകുമ്പോ പരുന്തായത്ത് പറന്ന മുകൾ ഭാഗത്തേക്ക് ഉയർന്നു പോവുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പരുന്ത് പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ടയാളാണ്, നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിസ്കാരമില്ലാത്തവരുണ്ടെങ്കിൽ ഇത് പടച്ചവന്റെ അടുത്തിരുന്നോട്ട്. ഉമർ ഭരണം നടത്തുമ്പോ ഉമറിന്റെ മുന്നിൽ ആര് വന്നാലും നിസ്കരിച്ചില്ലെങ്കിൽ തലവെട്ടിയെടുക്കുമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവേശമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, അതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമെന്ന് പറയുമ്പോൾ എന്റെ ഈ നാട്ടിൽ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. എത്ര നല്ല മനസ്സോടുകൂടിയാണ് കസേര പറക്കാൻ, എത്ര നല്ല മനസ്സോടുകൂടിയാണ് പരിപാടി വിജയിപ്പിക്കാൻ ഓടി നടന്നുകൊണ്ട് എവരോടൊപ്പം നിന്നുകൊണ്ട് അവര് കഷ്ടപ്പെട്ടു പോയത്. എന്റെ സഹോദരങ്ങളെ, അവർക്ക് ഒരുപാടൊക്കെ അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. പൂർണ്ണമായ വിജയത്തിലേക്ക് സരസിനെ അല്ലാഹു എത്തിക്കട്ടെ. എത്രയോ മജ്‌ലിസിൽ കെബീർ ഉസ്താദ് ഞാനും ദുആ ചെയ്ത് ഇപ്പൊ കുറ്റിയടിച്ചിട്ട് കൂടുതല. ഇപ്പൊ പാതിരാത്രി 12 മണിക്കൊക്കെ കുറ്റിയടി. അതുകൊണ്ട് സദസ്സിലൊക്കെ താമസിച്ചേ വരുള്ളൂ, ദുആ തിരിച്ച് ചെയ്യാറില്ല. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. തൃപ്പലി ഉസ്താദിനൊക്കെ പോയി കണ്ടവരാണ്. അള്ളാഹു എല്ലാ വിജയവും കൊടുക്കട്ടെ. ഇതൊക്കെ പിന്നെ മതി ഇൻഷാ അല്ലാഹ്. പറയട്ടെ, പറഞ്ഞു തീരുവില്ലെന്ന് സമയമായി പോവാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ആ വലിയന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ അടുത്തിരിക്കട്ടെ, അല്ലാഹുവിന്റെ അടുത്തിരിക്കട്ടെ. ഇബാദത്തില്ലാത്തവരെ ഇവിടെ വന്നാലാ വിട്ടുമെന്ന് പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈ വാക്കൊരിക്കലും ഒരു വർഗീയതയുടെ വാക്കല്ല, ഈ വാക്കൊരിക്കലും ഒരു ഭീകരതയുടെ വാക്കല്ല. മനോഹരമായ കൂടല്ലൂരിന്റെ പ്രദേശത്ത് എത്രയോ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയ വേദിയിൽ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകളല്ല, മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഈമാനിന്റെ കരുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഈമാനിന്റെ കരുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. മൂന്നാമത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുന്ന, നബിയേ, നിയമപരിധികളെ സൂക്ഷിക്കുക എന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഹറാമാണെന്നറിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല, ഹറാമാണെന്നറിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കൂല, ഹറാമിന്റെ ഭാഗത്തേക്ക് കടന്നു വരൂല, അതിന് കടന്നുപോലെ ചിന്തകളെ ഒരിക്കലും ഞാൻ താലോലിക്കൂല. ഈ 3 കാര്യം എന്റെ ജീവിതത്തിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്,
എനിക്ക് 3 കാര്യം ഇഷ്ടമാണ് നബിയെ. ഇഷ്ടപ്പെട്ടുകൊള്ളുക വിശ്വാസികളെ, കൂടല്ലൂരി വന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇഷ്ടം കൃതിയോടെ കേൾക്കാ കാത്തിരിക്കുന്നവരെ, നിസ്കാരത്തിന്റെ കൺകുളിർമ എങ്ങനെ വരുമെന്നറിഞ്ഞിട്ട് ഈ സദസ്സിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരെ, കുറച്ച് സമയം കൂടി ക്ഷമിക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവോട് പറയട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിഞ്ഞപ്പോ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിഞ്ഞപ്പോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഇഫ്ശാഉസ് സലാം, സലാമിനെ വ്യാപിപ്പിക്കുക. ആരോടും അസ്സലാമു അലൈക്കും എന്ന് പറയുക. സ്വാർത്ഥതയില്ല, മത്സരമില്ല, സ്പർദ്ധയില്ല, അഹങ്കാരമില്ല, വിനയത്തിന്റെ നിറകുടമാണ്. പറയുന്ന നബിയെ, ആരോടും അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന നല്ല മനസ്സ്, ആ മനസ്സാണ് എനിക്ക് ഇഷ്ടം നബിയേ. രണ്ടാമത്തത് ബഹുമാനപ്പെട്ടവര് പറയുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, മറ്റുള്ളവർക്ക് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി കൊടുക്കുക. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ആരും അറിയാതെ ചാക്ക് കണക്കിന് അരി എടുത്തുകൊണ്ട് യതീങ്ങൾക്ക് യതീംഖാനകൾ കൊടുക്കുന്നവരുണ്ട്. പാവപ്പെട്ടവരുടെ കല്യാണത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. എത്രയോ രാവിലെ പകലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് മുസ്ലിം വിധങ്ങളെ സഹാബികളെ കൊണ്ടിരുത്തിയിട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. തബൂക്കിന്റെ രണാകണത്തിൽ ആയിരക്കണക്കിന് സഹാബികൾക്ക് കഴിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഓടി വന്നതാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബിയേ, അവർക്ക് ഞാൻ എന്റെ ആടുകളെ അറുത്തു കൊടുക്കാമെന്ന് ആദ്യമായി പറഞ്ഞതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എന്തൊരു സന്തോഷമാണ് ആ വിഷയത്തിൽ, എന്തൊരു താല്പര്യമാണ് ആ വിഷയത്തിൽ അവർക്കെല്ലാം കൊടുത്തത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹിന്റെ സമയത്ത് ഒന്നുമില്ലല്ലോ, കഴിക്കാനൊന്നുമില്ലല്ലോ, ഭക്ഷണങ്ങൾ തയ്യാറാക്കാനൊന്നുമില്ലല്ലോ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണെങ്കിൽ എടുക്കാൻ കാശില്ല. ബഹുമാനപ്പെട്ടവര് സങ്കടപ്പെട്ടപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാ, ഭക്ഷണത്തിന് വേണ്ടി ഞാനും കൂടി സഹായിച്ചുകൊള്ളാം, ഞാനും കൂടി ഭക്ഷണത്തിന് സഹായിച്ചുകൊള്ളാം. റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണമല്ലേ ഒരുങ്ങി വരുന്നത്. ഒരുങ്ങാനുള്ളതെന്താ? രുചികരമായ ഭക്ഷണം കൊടുക്കാനില്ലാത്ത, സുന്ദരമായ വസ്ത്രം ധരിക്കാനില്ലാത്ത മണവാട്ടിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിന് ഞാൻ ഭക്ഷണത്തിന് വേണ്ടി ചെയ്തു കൊള്ളാമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റെടുത്തെങ്കിൽ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത് എനിക്ക് ഇഷ്ടമുള്ളത് എന്തെന്നറിയോ നബിയേ? അസ്സലാത്തു ബില്ലൈൽ, രാത്രിയിലെ നിസ്കാരമാണ്. നിസ്കരിക്കണം, രാത്രിയിൽ നിസ്കരിക്കണം. രാത്രി നിസ്കാരത്തിന് വല്ലാത്ത കൺകുളിർമയാണ്, വല്ലാത്ത സുഖമാണ്, വല്ലാത്ത രസമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, രാത്രി നിസ്കാരം എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയെ. എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന മൂന്നാമത്തെ കാര്യം രാത്രി നിസ്കാരമാണ്. ഇത് മുഴുവനും പറഞ്ഞു വരുന്നപ്പോൾ ഇത് കേട്ട് സയ്യിദുനാ അലി പറയുന്നതായി ഒരു മൂന്നിനിക്കും ഉണ്ടതും വിവരിക്കലായി. ഫാത്തിമയുടെ മണിമാരന്റെ വാക്ക് കേൾക്കണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മണിമാരന്റെ വാക്കുകൾ കേൾക്കണ്ട്. റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ പ്രിയപ്പെട്ട രാജകുമാരന്റെ മൂന്നിഷ്ടം അറിയണ്ടേ. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് 3 കാര്യം ഇഷ്ടമാ, എനിക്ക് 3 കാര്യം ഇഷ്ടമാ. അതിലൊന്നാമത്തെ എന്തെന്നറിയോ? 40ഓളം പേര് പിടിച്ചിട്ട് ഉയർന്നു വരാത്ത വലിയ പടിക്കച്ചടത്ത് തന്റെ ഒരു വിളക്കൊമ്പ് കൊണ്ട് യുദ്ധത്തിന്റെ രണാകുളത്തിൽ കലക്കിയോ, കറക്കിക്കളന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ ഒന്നാമത്തെ യുദ്ധം എന്തെന്നറിയോ? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തല, പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടല. രണ്ടാമത് എന്തെന്നറിയുമോ? ആരെങ്കിലും അതിഥികളായിട്ട് എന്റെ വീട്ടിൽ വന്നാൽ അവരെ സൽക്കരിക്കുക, അവർക്ക് വേദന കൊടുക്കാതിരിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇതാണ് എന്റെ ഇഷ്ടമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൂന്നാമത്തെ യുദ്ധം ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു
പറയുകയാണ്, അല്ലാഹുവേ, ചൂടുള്ള സമയമുണ്ടല്ലോ, പൊരിവെയിലത്ത് വിയർത്തൊഴുകുന്ന സമയമുണ്ടല്ലോ, നോമ്പ് പിടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ശരീരം ഇങ്ങനെ വെള്ളം കൊതിച്ചു പോകുമ്പോ നോമ്പ് പിടിക്കുക, ശരീരം കഷ്ടപ്പെടുമ്പോ നോമ്പ് പിടിക്കുക, അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തെ കുറിച്ച് വിവരിച്ചു കൊടുത്തപ്പോ അല്ലാഹുവിന് 3 കാര്യം ഇഷ്ടമാണെന്ന് പറയാ എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്ന നബിയേ, അങ്ങയുടെ ഇഷ്ടം പറഞ്ഞല്ലോ നബിയേ, അബൂബക്കറിന്റെ ഇഷ്ടം പറഞ്ഞില്ല നബിയേ, ഉമറിന്റെ ഇഷ്ടം പറഞ്ഞില്ല നബിയേ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന് 3 കാര്യം ഏറെ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു വിട്ടിരിക്കുന്ന നബിയേ. സഹാബികൾക്ക് ആവേശമായി, മുത്ത് റസൂലിനെ കേൾക്കാൻ കൊതിയായി. അല്ലാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയോ? ദുആ ചെയ്യുമ്പോൾ ഓർത്തുകൊണ്ട് കണ്ണീരെടുക്കുന്ന കണ്ണീരില്ലേ, അത് രാജാവിരാജനായ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. യാസീൻ ഓതുമ്പോ കരയോ, നിസ്കരിക്കുമ്പോ കരയുമോ, ദുആ ചെയ്യുമ്പോ കരയുമോ? ആ കണ്ണീര് റബ്ബിന് വല്ലാത്ത ഇഷ്ടമാ. 2ാമത് പടച്ചറമ്പുരാ പറയുകയാണ്, ദോഷം ചെയ്തവർ, കള്ളുകുടിച്ചവർ, പെണ്ണ് പിടിച്ചവർ, വ്യഭിചരിച്ചവർ, ഹറാമെന്നവർ തൗബ ചെയ്യാതെ നടന്നാൽ അവനെ ശിക്ഷിക്കുന്നത് എനിക്ക് 2ാമത്തെ ഇഷ്ടമാണ്. അല്ലാഹു പടച്ചതമ്പുരാന്റെ 3ാമത്തെ ഇഷ്ടം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാ, ഒരു നിവർത്തിയുമില്ല അല്ലാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പൊട്ടിക്കിടന്നാൽ അവന് ഇജാബത്ത് കൊടുക്കുന്നതും എനിക്കിഷ്ടമാണ്. ഈ 3 കാര്യമാണ് എനിക്ക് ഇഷ്ടമെന്ന് അല്ലാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞ 3 കാര്യത്തിൽ 3ാമത്തത് നിസ്കാരത്തിലെ കൺകുളിർമയാണ്. ആ കൺകുളിർമ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു മരുന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വേഗം ദുആ ചെയ്തിരിക്കുക. 12:10 കുറ്റിപ്പുറത്തുനിന്നുള്ള ട്രെയിനിൽ പോകാനുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിക്കണം. 2-3 ദിവസം ദൂരയാത്ര കഴിഞ്ഞ് കർണാടകയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ വന്ന് അവിടെ നിന്ന് പ്രിയപ്പെട്ട ഡോക്ടർമാരെ ഒന്ന് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ വന്ന് വേഗം തന്നെ അതിനുവേണ്ടിയാണ് ഫസ്റ്റ് ദിവസം തന്നെ കൊടുത്തത്. സമാപന ദിവസം ഒന്ന് അടിച്ചു കലക്കി വലിയ ദുആ മജ്‌ലിസൊക്കെ വെക്കണം എന്നതായിരുന്നു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അത് കബീർ ഉസ്താദിന് കൈമാറി കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ട മാതാപിതാക്കൾ കൊണ്ട് ദുആ ചെയ്യാൻ കൂടല്ലൂർ പി അബ്ദുറഹ്മാൻ എന്ന സഹോദരൻ 100 ചാക്ക് സിമന്റ് അൽഹംദുലില്ലാഹ്. ബാക്കി നമുക്ക് നാളെ ദുആ ചെയ്തിട്ട് വരാം. മൊത്തത്തിൽ ഞാൻ ദുആ ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. ഉംറയ്ക്ക് പോകുന്നതിന് വേണ്ടി, പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി, ചില തടസ്സങ്ങളുണ്ട് അത് മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ. പേര് പറയാൻ താല്പര്യമില്ലാത്ത 2 സ്ത്രീകൾ ദുആ ചെയ്യാൻ സ്വർണ്ണാഭരണം, ഭർത്താവിന് സ്വഭാവം നന്നാവാനും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2 സ്വർണ്ണ കമ്മല്. അൽഹംദുലില്ലാഹ് കുറെ സ്വർണ്ണ ചെയിനും 2-3 സ്വർണ്ണ മോതിരവും 2-3 സ്വർണ്ണ കമ്മലും 1 സ്വർണ്ണ വളയും ഒക്കെ ഇപ്പൊ കൊടുത്തയച്ചു. സമയമില്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ പോലും സഹോദരിമാർ നല്ല കാര്യമായ രീതിയിൽ അൽഹംദുലില്ലാഹ് കൊടുത്തയച്ചു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യുന്നതിന് വേണ്ടി 100-200 നേരത്തെ സംഘാടകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇന്ന് വായിക്കുന്നില്ല. നാളെ നവാസ് ബനാനി ഉസ്താദ് സന്തുഷ്ട ഭവനം എന്ന സ്വർഗ്ഗലോകത്തെ കുറിച്ച് വിശാലമായ പ്രഭാഷണം നടത്തും. നേരത്തെ എത്തണം. ഷേഖു ഹാജി കുഴിങ്ങര 5000 രൂപ. പിന്നെ നേരത്തെ 10,000-5,000 വെച്ച് മുടക്കി ലിസ്റ്റ് ഡോക്ടറിനെ കാണിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ വേണ്ടി കാര്യമായിട്ട് ദുആ ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 11 സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്.